എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടെ ആ ഒരു ചോപ്പൻ കമാൻഡറിനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ വേറൊരുത്തൻ കടന്നു വരും. മാസ്റ്റർ, നിങ്ങൾ പുതുതായിട്ട് വന്ന കുട്ടികളെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചറിലേക്ക് പറഞ്ഞയച്ചത് അത് ശരിക്കും വളരെ സാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും അവിടെ വെച്ച് സംഭവിച്ചാലോ, അതിന് ആ ഒരു റെഡ് മാസ്റ്റർ ആണെങ്കിൽ അവനോട് പറയും ഒരിക്കലുമില്ല. ഇത്തരത്തിൽ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അവർ കൂടുതൽ പവർഫുൾ ആവുക. കട്ട് ചെയ്ത ഇവിടെ ആസ്തയെ കാണിക്കും. ആസ്തയാണെങ്കിൽ ആ ആളെ കണ്ട് ഷോക്ക് ആവുകയാണ്. അവന്റെ ബ്രദറാണ് അവിടേക്ക് വന്ന് ആസ്തയെയും അതുപോലെ തന്നെ പ്രിൻസസിനെയും സഹായിച്ചത്. ആസ്തയാണെങ്കിൽ ഹാപ്പി ആയിട്ട് യുവിനോട് സംസാരിക്കുമ്പോൾ അവന്റെ ടീംമേറ്റ്സ് അവന്റെ അടുത്തേക്ക് വരികയാണ്. സീനിയർ ആണെങ്കിൽ ഇപ്പോൾ യുവിനോട് പറയും, ഓ ഇവരെ കാണാനാണോ നീ ഇവിടേക്ക് വന്നത്? നമ്മുടെ മിഷൻ എന്താണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? മാക്സിമം ഈ ഡഞ്ചൻ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് നമ്മുടെ മിഷൻ. അത് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തിരികെ പോകാനുള്ളതാണ്. ആസ്തയ്ക്കാണെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡ് സംസാരം ഒട്ടും ഇഷ്ടപ്പെടില്ല. അവനാണെങ്കിൽ ഇപ്പോൾ ആ സീനിയർ പയ്യനോട് ദേഷ്യപ്പെടും. ഉടനെ ആ സീനിയർ ആണെങ്കിൽ ആസ്തയോട് ദേഷ്യപ്പെടും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്രകാരം സംസാരിക്കും. ഉടനെ യുനോ ടീമിലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രിൻസസിനോട് വളരെ കാര്യത്തിൽ സംസാരിക്കും. അതുകണ്ട് ആസ്തയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ചോദിക്കും, നിങ്ങൾക്ക് പരസ്പരം അറിയോ? അതിനാ പെൺകുട്ടി പറയും, അറിയാം. പറഞ്ഞു വരുമ്പോൾ ഇവളെൻ്റെ കസിനാണ്. ഞാനിപ്പോൾ ഇവരുടെ കൂടെയാണ്, ഈ റെഡ് ടീമിലെ ഒരു മെമ്പറാണെന്ന് ആ പെൺകുട്ടി ഇപ്പോൾ പ്രിൻസസിനോട് പറയും. അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട്, ഇത്രയും മന്ദബുദ്ധിയായി നീ ഈ ടീം വരെ എത്തിയോ? അതിന് അവൾ പറയും, അതെ ഞാൻ എത്തി. ഇവിടെ എത്തിയതിന് ശേഷമാണ് എൻ്റെ മാജിക് പവറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. അതിനു വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ട്രെയിനിങ്ങും ഇവരെനിക്ക് തന്നു. അതിരിക്കട്ടെ, നിന്റെ മാജിക് പവറൊക്കെ നിന്നെ കൊണ്ട് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉടനെ പ്രിൻസസ് ആണെങ്കിൽ അല്പം ഒന്ന് പരങ്ങും. എന്നിട്ട് ഫുൾ കോൺഫിഡൻസ് അവളോട് പറയും, അത് എനിക്കിപ്പോൾ നന്നായിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ ഹാപ്പി ആയിട്ട് പറയും, ഞങ്ങളുടെ ഫസ്റ്റ് മിഷനിൽ തന്നെ ഗോൾഡ് സ്റ്റാർ അത് സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന് ആസ്തയും പറയും, എന്തൊരു അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾക്കും ഫസ്റ്റ് മിഷനിൽ ഗോൾഡ് സ്റ്റാർ കിട്ടി. അത് കേട്ട സീനിയർ പയ്യനാണെങ്കിൽ ആസ്തയെ കളിയാക്കും, നിങ്ങളെപ്പോലുള്ള വിട്ടികൾക്ക് ഒരിക്കലും അത് കിട്ടില്ല. ഇതിനു മുൻപ് ഒരിക്കലും നിങ്ങളുടെ ആ ബ്ലാക്ക് ടീമിലുള്ളവർക്ക് ആർക്കും തന്നെ ഗോൾഡ് സ്റ്റാർ ഒന്നും ഫസ്റ്റ് മിഷനിൽ ലഭിച്ചിട്ടില്ല. അതിന് ആസ്ത അവൻ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫസ്റ്റ് മിഷനിൽ ഞങ്ങൾക്കും ഗോൾഡ് സ്റ്റാർ അത് കിട്ടിയിരുന്നു. സീനിയർ ആണെങ്കിൽ പൊട്ടിച്ചിരിച്ച്, ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ രണ്ടിന്റെ കഥ കഴിഞ്ഞേനെ. അതിരിക്കട്ടെ, നിങ്ങൾ 3 പേരാണ് ഇവിടേക്ക് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമൻ അവൻ എവിടെയും ചോദിക്കും. കട്ട് ചെയ്ത ഇപ്പോ മൂന്നാമനെ കാണിക്കും. അവനാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ അവൻ അന്വേഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ സീനിയർ ആണെങ്കിൽ വീണ്ടും കളിയാക്കും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമൻ നിങ്ങളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞല്ലേ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, വിഡ്ഢികളായവർ മാത്രമാണ് നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുക. അത് കേട്ട അവസ്ഥയാണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെ കഴിഞ്ഞ് മുൻപ് ആദ്യം ഞങ്ങൾ തന്നെ ഈ ഒരു ഡഞ്ചൻ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പുറത്തേക്ക് പോകും. സീനിയർ ആണെങ്കിൽ ആ ചലഞ്ച് കാര്യമായിട്ട് എടുക്കും. ഉടനെ ആ പെൺകുട്ടിയോട് ആ ഒരു ഡഞ്ചന്റെ ബ്ലൂ പ്രിന്റ് അത് റെഡിയാക്കാൻ പറയാണ്. അവളത് റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. യൂനോയുടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിള് അത് അവന്റെ പവർ വെച്ച് ക്രിയേറ്റ് ചെയ്ത് അവനാണെങ്കിൽ ഇപ്പോൾ ഡഞ്ചർ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കടന്നു പോവാണ്. അത് കണ്ട് നമ്മുടെ ചെക്കൻ ആസ്തയ്ക്കും പ്രിൻസസിനും അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ നോക്കി നിൽക്കും. ആസ്തയ്ക്കാണെങ്കിൽ യുവനോടെ വളർച്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അവനാണെങ്കിൽ സന്തോഷത്തോടു കൂടെ യുവനെ നോക്കി പ്രിൻസസിനോട് പറയും, നമുക്ക് എത്രയും വേഗം ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. ആ സമയം ഒരുപാട് വില്ലന്മാര് അവരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവറ്റകളെല്ലാം തന്നെ ആസ്തയാണെങ്കിൽ അവന്റെ സ്വാഡ് ഉപയോഗിച്ച് വെട്ടിയെറിയും. പ്രിൻസസ് ആണെങ്കിൽ ആസ്തയോട് ചോദിക്കും, നമ്മുടെ കയ്യിൽ ഈ ഡഞ്ചറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലും ഇല്ല, പിന്നെ എങ്ങനെ നമ്മളിവിടെ മുഴുവൻ കാണും? അതിന് ആസ്ത പറയും, എന്തെങ്കിലും ഒരു വഴി അത് കാണാതിരിക്കില്ല. ആ സമയം ആസ്തയുടെ തലയിലുണ്ടായിരുന്ന ബേർഡ് അവർക്ക് പോകാനുള്ള വഴി അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. ഇവിടെ ആ സീനിയർ പയ്യനും പെണ്ണും അവർ രണ്ടുപേരും ആസ്തയെ അപമാനിച്ച് സംസാരിക്കുകയാണ്. അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവന് പ്രത്യേകിച്ച് യാതൊരു പവറും ഇല്ല എന്ന്. മാജിക് പവറിന്റെ ഒരു സെൻസേഷൻ പോലും അവന്റെ അടുത്തുനിന്ന് ലഭിച്ചില്ല. അവൻ വെറും വിഡ്ഢിയാണെന്ന് പറയും. യൂനോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ദേഷ്യം തോന്നും. നിങ്ങൾ കരുതും പോലെയല്ല, ആസ്ത അവൻ വളരെ പവർഫുൾ ആണ്. കട്ട് ചെയ്ത ഇവിടെ വിസാർഡ് കിങ്ങിനെ കാണിക്കും. ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് പറയും, ബ്ലാക്ക് ടീമിലുള്ളവരും ഗോൾഡൻ ടീമിലുള്ളവരും ആ ഡഞ്ചറിലേക്ക് പോയി. പക്ഷേ അതിനെ കഴിഞ്ഞും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജിലുള്ള കുറച്ച് പേര് കൂടെ ആ ഡഞ്ചറിലേക്ക് പോയി. അത് കേട്ട് മറ്റൊരാളാണെങ്കിൽ ഷൗക്കാവും, ഓ നോ, ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ല. അവർ മിക്കവാറും ആ ഒരു ഡഞ്ചർ അത് ടേക്ക് ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഡയമണ്ട് വില്ലേജിലെ കമാൻഡർ അവൻ വളരെ പവർഫുൾ ആണ്, അവൻ ഒരുപാട് മാജിക് പവർ ഒക്കെ ഉണ്ടെന്ന് പറയും. ചുറ്റുമുള്ളവരെല്ലാവരും അത് കേട്ട് ടെൻസ്ഡ് ആകുമ്പോൾ വിസാർഡ് കിങ് ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കുകയാണ്. അവൻ എത്ര വലിയ പവർഫുൾ ആയിട്ടും കാര്യമില്ല, നമ്മുടെ പിള്ളേര് അതിലും പവർഫുൾ ആണെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ലക്കാണെങ്കിൽ ആ വില്ലന്മാരെ എല്ലാവരെയും കണ്ടെത്തിയിരിക്കുകയാണ്. അവൻ ഓരോ ജൂനിയർ വില്ലന്മാരെ അങ്ങനെ തല്ലി താഴെയിട്ട് ആ മെയിൻ വില്ലനോട് ചോദിക്കും, നീ ഇവരെ കഴിഞ്ഞൊക്കെ പവർഫുൾ ആണോ? ഓ,
എനിക്കങ്ങനെ വലിയ പവറൊന്നുമില്ല. ഞാൻ ഇവരുടെ നേതാവാണെങ്കിലും ഇവരുടെ അത്രയൊക്കെ പവറേ എനിക്കും ഉള്ളൂ. ഞാൻ നിന്റെ ഫൈറ്റ് കാണുകയായിരുന്നു. വളരെ സിമ്പിളായിട്ട് നീ എൻ്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും തോൽപ്പിച്ചു. ലൈറ്റ്നിങ് പവറാണ് നിന്റെ മെയിൻ പവർ അല്ലേ? നീ ഫൈറ്റ് ചെയ്യുമ്പോൾ നിന്റെ സ്ട്രെങ്തും പവറും ഒക്കെ ഇരട്ടിയാവുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു. ശരിക്കും നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇവിടെയുള്ള നിധി അത് കണ്ടെത്താനും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലേന്ന് അവനാണെങ്കിൽ ലക്കിനോട് ചോദിക്കും. അതിന് ലക്ക് പറയും അതെ. അതിനു മുൻപായിട്ട് ഇപ്പം നമുക്കൊരു ഫൈറ്റ് അത് ആവശ്യമാണെന്ന് പറഞ്ഞ് ലക്കാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ഒരു ബ്ലാക്ക് ഫോഗ് അത് ക്രിയേറ്റ് ചെയ്ത് ലോക്കിൻ്റെ അറ്റാക്കിൽ നിന്ന് അവനങ്ങനെ രക്ഷപ്പെട്ട് മാറുകയാണ്. ക്ലോവർ കിൻഡത്തിലുള്ളവർക്ക് ഞങ്ങളെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം ഞങ്ങളെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ അവിടെയുള്ള ഓരോരുത്തരെയായിട്ട് തല്ലിക്കൊല്ലും. അതുകൊണ്ടാണ് അവർക്ക് ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത്. ഞങ്ങൾ ഡയമണ്ട് കിൻഡത്തിനോട് ക്ലോവർ കിൻഡത്തിന് എപ്പോഴും ഒരു അസൂയയാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം തന്നെ നിങ്ങൾ തട്ടിയെടുക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്കുള്ളത് 3 പെൺകുട്ടികളാണ്. ഈ ഡഞ്ചറിലേക്ക് വന്നതുപോലും ഇവിടെയുള്ള വാല്യൂബിൾ ആയിട്ടുള്ള സാധനം അത് സ്വന്തമാക്കാനാണ്. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ ഇവിടേക്ക് വന്നു അത് സ്വന്തമാക്കാൻ. എനിക്ക് എൻ്റെ കുട്ടികളെ നന്നായിട്ട് നോക്കണം. അതിനുവേണ്ടി ഇവിടെയുള്ള നിധിയൊക്കെ എനിക്ക് തന്നെ കണ്ടെത്തിയേ പറ്റുമെന്ന് പറയും. ലക്കാണെങ്കിൽ ദേഷ്യപ്പെടും. നിന്റെ കഥയൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൻ്റെ നേർക്ക് ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യും. അവൻ്റെ മുഖത്താണെങ്കിൽ ചെറിയ സ്ക്രാച്ച് വീഴുകയാണ്. അതേസമയം ആസ്തയെയും പ്രിൻസസിനെയും കാണിക്കും. അവരാണെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്ത ഏതോ റൂമിൽ പെട്ടുപോകും. ആസ്ത ആ ബേർഡിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഏയ്, നീ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കണ്ണുടച്ചുറങ്ങുകയാണോ? കണ്ണു തുറന്ന് ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് ആസ്ത പറയും. അതേസമയം ലക്കാണെങ്കിൽ ഇവിടെ വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ലക്ക് ദേഷ്യപ്പെട്ട് പറയും, എൻ്റെ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഞാനുമായിട്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യേ. തന്നെ വില്ലൻ ലോട്ടസ് ആണെങ്കിൽ ലക്കിനെ അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ നേർക്ക് എടുത്തു ചാടും. ലക്കാണെങ്കിൽ വളരെ സ്പീഡിൽ അവൻ്റെ അറ്റാക്കിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടേയിരിക്കും. അത് കണ്ട് ഇപ്പോൾ ആ ലോട്ടസ് വില്ലൻ ലക്കിനോട് പറയും, നീ ആ ബ്ലാക്ക് ടീമിലെ മെമ്പറല്ലേ? നിങ്ങളുടെ ആ ജയന്റ് മാസ്റ്ററിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അവനും ഇതുപോലെ പണ്ട് ഫൈറ്റ് ചെയ്തതാണ്. നിന്നെപ്പോലെ തന്നെ അവൻ്റെ മൂവ്മെൻറ്റ്സിനും വളരെ സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞാൻ പരാജയപ്പെട്ടു പോയി. ലക്കിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അതിശയം. ഓ, നീ എൻ്റെ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? അത് അത്ഭുതം തന്നെ. നിങ്ങൾക്ക് ശരിക്കും ഫൈറ്റ് ചെയ്യാൻ പേടിയാണോ ചോദിച്ച് ലക്കാണെങ്കിൽ വീണ്ടും അവനെ അടിക്കാനായിട്ട് ഓടിയെടുക്കും. പക്ഷെ ഇത്തവണ ലക്കിന് പഴയ അത്രയും സ്പീഡില്ല. അവനാണെങ്കിൽ തല ചുറ്റുന്നതായിട്ട് തോന്നും. അവൻ്റെ കൺട്രോൾ പോകുന്നതായിട്ട് തോന്നും. ഓ നോ, എനിക്ക് എന്ത് സംഭവിച്ചു? ഏതോ ഒരു പവറിൽ ഞാൻ പെട്ടുപോകുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഒരു പവറും എനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അത് കേട്ട വില്ലനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. സത്യത്തിൽ എൻ്റെ ടീംമേറ്റ്സ് തോറ്റുപോവുകയായിരുന്നില്ല. അവർ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു. ഈ സ്പെല്ല് അത് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ പവർ അത് പതിയെ റിലീസായി കഴിഞ്ഞു. അതെനിക്ക് മനസ്സിലാകാത്ത വിധം ഞാൻ ഹൈഡ് ചെയ്തു. ഇപ്പം നീ എൻ്റെ പവറിൽ കുറേശ്ശെയായിട്ട് പെട്ടുപോയിരിക്കുകയാണ്. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആരോ അവിടേക്ക് കടന്നു വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ യുനോയെ ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ വലിയൊരു ഡോറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ സീനിയർ ആണെങ്കിൽ ഇപ്പോൾ യുനോയോടും അതുപോലെ തന്നെ പെൺകുട്ടിയോടും പറയും, നമ്മൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ബ്ലാക്ക് ടീമിനൊന്നും ചെയ്യാൻ കഴിയില്ല. ലക്ഷ്യത്തിലേക്ക് ആദ്യം എത്തിയത് നമ്മളാണെന്ന് പറയും. ആ നിമിഷം ചില ക്രിസ്റ്റൽസുകളൊക്കെ അവിടേക്ക് വന്ന് ആ പെൺകുട്ടിയെ തകർത്ത് താഴെയിടും. അവരാണെങ്കിൽ ഭയന്ന് തിരിഞ്ഞു നോക്കും. ആ ക്രിസ്റ്റലിലൂടെ ആരോ അവിടേക്ക് നടന്നു വന്നിരിക്കുകയാണ്. അവിടേക്ക് വന്നവനാണെങ്കിൽ ഇപ്പോൾ യുനോയോടും ടീമിനോടും പറയും, എനിക്ക് എൻ്റെ വഴിയിൽ പ്രതിബന്ധമായിട്ട് ആരും വരുന്നതും ഇഷ്ടമല്ല. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലനാണെങ്കിൽ ലക്കിനോട് പറയും, എനിക്കിപ്പോൾ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സമയമില്ല, അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. ലക്കാണെങ്കിൽ തളർന്ന് താഴേക്ക് വീഴും. തോറ്റു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് വില കൊടുത്തും എനിക്ക് ജയിച്ചേ പറ്റൂ. അടുത്ത നിമിഷം വില്ലനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ലക്കാണെങ്കിൽ ചാടി എഴുന്നേൽക്കും. അല്പനാളത്തെ ട്രെയിനിങ് കുറവുകൊണ്ട് ഞാനൊന്ന് വീക്കായി പോയെന്നുള്ളത് സത്യമാണ്. പക്ഷെ തോൽക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറയുന്നത് കേട്ട് ആ വില്ലനാണെങ്കിൽ തിരിഞ്ഞു നോക്കും. ഓ, ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് അവൻ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.